നമസ്കാരം. ഭാരതത്തിൽ ഓരോ പ്രദേശത്തും അവരുടേതായ ഭാഷയുണ്ട്, സംസ്കാരമുണ്ട്. അവർക്കൊക്കെ തനതായ വേഷവും പാട്ടും ഡാൻസും ആർട്ടും സാഹിത്യവും ഒക്കെ ഉണ്ട്. നെഹ്റുവിനെ പോലെ ചിലരൊഴിച്ച് നമ്മളുടെ ദേശീയ നേതാക്കളിൽ ഭൂരിപക്ഷവും ഈ ഓരോ പ്രദേശത്തെയും ജനങ്ങൾ അവരുടെ ഭാഷയോടും സംസ്കാരത്തോടും വൈകാരികമായിട്ട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയവരാണ്. അവരെ സംബന്ധിച്ച് ഇംഗ്ലീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല. അവർക്ക് സ്വാതന്ത്ര്യം എന്നത് നമ്മളുടെ മാതൃഭാഷയും സംസ്കാരവും ഒക്കെ പുനരുദ്ധരിച്ച് കൊളോണിയൽ ഭാഷയിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ഒക്കെയുള്ള മോചനമായിരുന്നു. ഈ ഒരു തിരിച്ചറിവ് അന്നത്തെ കോൺഗ്രസ് പാർട്ടിക്കും ദേശീയ നേതാക്കൾക്കും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഭാരതത്തെ ഇവിടുത്തെ പ്രധാന ഭാഷകളുടെ അടിസ്ഥാനത്തിൽ പല പ്രവശ്യകളായിട്ട് പുനഃസംഘടിപ്പിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. അങ്ങനെ ചെയ്താൽ ആ ഭാഷയും സംസ്കാരവും ഒക്കെ വളർന്നു വരും എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതത്തിൽ എത്ര ഭാഷാ പ്രവശ്യകൾ ഉണ്ടായിരിക്കണം എന്നുപോലും 1917 കോൺഗ്രസിന്റെ ഭരണഘടനയിൽ നമുക്ക് കാണാം. ഭാഷാപരമായി 20 പ്രവശ്യകൾ ഉണ്ടായിരിക്കണമെന്നാണ് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചത്. ഈ ഓരോ പ്രവശ്യയുടെയും പേര്, അതിൻ്റെ തലസ്ഥാനം ഏതായിരിക്കണം, അവിടുത്തെ ഭാഷ എന്തായിരിക്കണം, ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. വിഭജനത്തിന് മുൻപുള്ള മുഴുവൻ ഭാരതത്തെയുമാണ് ഈ ലിസ്റ്റ് കവർ ചെയ്തിരുന്നത്. ഈ കോൺഗ്രസ് ലിസ്റ്റിലെ 20 പ്രോവിൻസുകളിൽ ചിലത് ഞാനൊന്ന് വായിക്കാം. മുഴുവനും വായിക്കാനുള്ള സമയമില്ല, പക്ഷെ അതിൽ ചിലത് ഞാനൊന്ന് വായിക്കാം. മദ്രാസ് തലസ്ഥാനമാക്കി ആന്ധ്ര, അവിടുത്തെ ഭാഷ തെലുഗു. പാറ്റ്ന തലസ്ഥാനമാക്കി ബീഹാർ, ഭാഷ ഹിന്ദുസ്ഥാനി. ബോംബെ തലസ്ഥാനമാക്കി ബോംബെ എന്ന പ്രോവിൻസ്, അവിടുത്തെ ഭാഷ മറാത്തി. കോഴിക്കോട് തലസ്ഥാനമാക്കി കേരളം, ഭാഷ മലയാളം. പൂന തലസ്ഥാനമാക്കി മഹാരാഷ്ട്ര, ഭാഷ ഹിന്ദുസ്ഥാനി. മദ്രാസ് തലസ്ഥാനമാക്കി തമിഴ്നാട്, ഭാഷ തമിഴ്. ഇങ്ങനെ 20 പ്രോവിൻസുകളും അതിന്റെ തലസ്ഥാനവും അവിടുത്തെ ഭാഷയുമാണ് കോൺഗ്രസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ ലിസ്റ്റ് എല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും സ്വീകാര്യമായിരുന്നു. മാത്രമല്ല, രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള മിക്ക കോൺഗ്രസ് നേതാക്കൾക്കും, ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കന്മാർക്കും മറ്റ് നേതാക്കന്മാർക്കും ഈ ലിസ്റ്റ് സ്വീകാര്യമായിരുന്നു. അംബേദ്കറിനെ പോലെയുള്ള ചില നേതാക്കൾക്ക് ഇത് ഒരു വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ലേ എന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധിക്കോ മറ്റ് ദേശീയ നേതാക്കൾക്കോ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഭാഷാ അടിസ്ഥാനത്തിലുള്ള ഈ പ്രൊവിൻഷ്യൽ റീഓർഗനൈസേഷൻ ഒരിക്കലും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. നമ്മളുടെ ദേശീയ നേതാക്കൾക്ക് മിക്കവർക്കും ആ ബോധ്യം ഉണ്ടായിരുന്നു താനും. ഭാഷാപരമായ പ്രൊവിൻഷ്യൽ റീഓർഗനൈസേഷൻ ഒരിക്കലും വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് നമ്മളുടെ ദേശീയ നേതാക്കൾക്ക് ബോധ്യമുണ്ടാകുവാനുള്ള കാരണം ഭാരതം എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ആൻഡ് ദേ ഡിഡ് നോട്ട് ഹാവ് ടു ഡു ഡിസ്കവറി ഓഫ് ഇന്ത്യ. നൂറ്റാണ്ടുകളായിട്ട് ഭാഷയ്ക്കും മറ്റെല്ലാ വൈവിധ്യങ്ങൾക്കും അതീതമായിട്ട് ഭാരതത്തിനെ ഒരുമിച്ച് നിർത്തുന്ന ഹിന്ദുത്വ എന്ന കൾച്ചറൽ ഐഡന്റിറ്റി എന്തായിരുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. ഭാഷയ്ക്കും എല്ലാ വൈവിധ്യങ്ങൾക്കും അതീതമായിട്ട് എല്ലാവർക്കും പൊതുവായിട്ടുള്ളത് ഈ ഹിന്ദുത്വ ഐഡന്റിറ്റിയാണ്. ഹിന്ദുത്വ ഹിന്ദു മതമല്ല. നിങ്ങൾ മതപരമായിട്ട് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ സിഖോ മുസൽമാനോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സാംസ്കാരിക അസ്തിത്വം ഹിന്ദുത്വമാണ്. എല്ലാ വൈവിധ്യങ്ങൾക്കും അതീതമായിട്ട് രാജ്യത്തിനെ ഒരുമിച്ച് നിർത്തുന്നത് ഹിന്ദുത്വമാണ്. നാനാത്വത്തിൽ ഏകത്വത്തിന്റെ അടിസ്ഥാനം ഹിന്ദുത്വമാണ്. എല്ലാ മനുഷ്യർക്കും അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും സംരക്ഷിക്കാനുള്ള സ്വാഭാവികമായ ഒരു പ്രവണതയുണ്ട്. ഇത് മനസ്സിലാക്കുവാൻ നെഹ്റുവിന് സാധിച്ചിരുന്നില്ല. 1917 കോൺഗ്രസ് ഇപ്രകാരം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചുവെങ്കിലും സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർനിർണയിക്കുവാനുള്ള യാതൊരു നടപടിയും നെഹ്റു തുടങ്ങിയില്ല. അത് അദ്ദേഹം ഒരു നടപടിയും എടുക്കാതെ അകാരണമായിട്ട് നീട്ടിക്കൊണ്ടുപോയി. അവസാനം പലയിടത്തു നിന്നും ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളികൾ ആരംഭിച്ചു. ആന്ധ്രയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായി. നെഹ്റുവിന്റെ ഒരു കുഴപ്പം, അദ്ദേഹം പലപ്പോഴും വേണ്ട കാര്യം വേണ്ട സമയത്ത് ചെയ്യാറില്ല. നാട്ടുകാർ ബഹളം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നാട്ടുകാർക്ക് എന്താണ് വേണ്ടതെന്ന് നെഹ്റുവിന് മനസ്സിലാകുന്നത്. ഈ ബഹളമൊക്കെ നടന്ന് കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നത്.
ഈ കമ്മിറ്റി സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന പൂർത്തിയാക്കുന്നത് 1960-ൽ, അതായത് സ്വാതന്ത്ര്യം ലഭിച്ച് 13 കൊല്ലങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനങ്ങൾ റീഓർഗനൈസ് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ 3 കൊല്ലത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യമായിരുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ മണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.